നമസ്കാരം. വിൻഡോസ് ഫയൽ മാനേജ്മെന്റ് പാർട്ട് 2. Exploring the files and folders on your computer. In a Windows Explorer window, you can navigate through your computer contents using file list, address bar and navigation pane. നമ്മൾ വിൻഡോസ് എക്സ്പ്ലോറർ ഉപയോഗിച്ച് നമുക്ക് അതിനകത്ത് കമ്പ്യൂട്ടർ സൃഷ്ടിച്ചേക്കുന്ന ഫയലുകളുടെ ലിസ്റ്റ്, അത് സ്റ്റോർ ചെയ്തേക്കുന്ന ലൊക്കേഷനും ഇഷ്ടാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ലൊക്കേഷൻ മാറാനൊക്കെ നമ്മളെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു യൂട്ടിലിറ്റി ടൂളിന്റെ പേരാണ് എന്താണ്? വിൻഡോസ് എക്സ്പ്ലോറർ. അടുത്തത് ഡ്രൈവ് നെയിംസ് ആൻഡ് ഡ്രൈവ് ഐക്കോൺസ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഡ്രൈവുകളുണ്ട്. ആദ്യകാലങ്ങളിൽ എ ഡ്രൈവും ബി ഡ്രൈവും ഫ്ലോപ്പി ഡിസ്കിന് വേണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. PCXTs ഒക്കെ വന്നപ്പോഴത്തേക്ക്, പേഴ്സണൽ കമ്പ്യൂട്ടർ എക്സ്റ്റൻഷൻ വേർഷൻ ഒക്കെ വന്നപ്പോഴത്തേക്ക് ഹാർഡ് ഡിസ്ക് കമ്പ്യൂട്ടറിൽ ഫിക്സ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴാണ് ആ ഹാർഡ് ഡിസ്കിന് നമ്മൾ എന്ത് ഡ്രൈവ് ലെറ്റർ കൊടുത്ത്? C എന്നുള്ള ഡ്രൈവ് ലെറ്റർ കൊടുത്തു. എയും ബിയും നോർമലി ഫ്ലോപ്പി ഡിസ്കിന് വേണ്ടി റിസർവ് വെച്ചേക്കുന്നു. ഇപ്പൊ നമ്മൾ അങ്ങനെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് അല്ല ഫ്ലോപ്പി ഡിസ്ക്. എന്നാൽ ഹാർഡ് ഡിസ്കിന് എവിടെ തൊട്ടുള്ള പേര് സൂക്ഷിക്കുന്നത്? നമ്മൾ C ഡ്രൈവ് തൊട്ടുള്ള ലെറ്റേഴ്സ് ആണ് നമ്മൾ സൂക്ഷിക്കുന്നത്. ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ലെറ്റർ ഡ്രൈവ് നെയിം C, അതിന് ലോക്കൽ ഡിസ്ക് ആണ്, നമ്മുടെ കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്തേക്കുന്നതാണ്. ഇനി നമ്മുടെ കമ്പ്യൂട്ടറിൽ 2 ഹാർഡ് ഡിസ്ക് ഉണ്ടെന്ന് വിചാരിക്കുമോ? അങ്ങനെയാണെങ്കിൽ എന്താണ്? ആദ്യത്തെ ഹാർഡ് ഡിസ്കിന് C ഡ്രൈവ് എന്നും രണ്ടാമത്തെ ഹാർഡ് ഡിസ്കിന് എന്തെന്നും പേരും പറയും? D ഡ്രൈവ് എന്നും വന്നേനെ. നോർമലി ഒന്നായിരിക്കും. ചിലപ്പോൾ ഒരു ഹാർഡ് ഡിസ്ക് തന്നെ 2 or 3 പാർട്ടീഷൻസ് ആക്കി മാറ്റായിരിക്കും. അങ്ങനെയാണെങ്കിൽ ലോജിക്കലി നമ്മൾ സബ് ഡിവൈഡഡ് ദ ഡ്രൈവ് ഹാർഡ് ഡിസ്ക് ഇൻടു 3 പാർട്ടീഷൻസ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ഡ്രൈവിന് C എന്നും രണ്ടാമത്തെ ഡ്രൈവിന് D എന്നും മൂന്നാമത്തെ ഡ്രൈവിന് E യും കിട്ടിയാണ്. ഈ ടേബിൾ പ്രകാരം നമ്മൾ എന്താണ്? നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരേ ഒരു ഹാർഡ് ഡിസ്കേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് കിട്ടി? അതിന് ഡ്രൈവിനെയും C എന്ന് കിട്ടി. പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ ഒരു CD ഡ്രൈവ് ഉണ്ടെന്ന് വിചാരിക്കോ. നെക്സ്റ്റ് ആയിട്ട് അതിനെന്ത് പേര് കിട്ടും? CDRO, CDRW ഉണ്ട്, CD-ROM ഉണ്ട്. CD-ROM ആണെങ്കിൽ റീഡ് ചെയ്യാനേ പറ്റുള്ളൂ. റീഡ് റൈറ്റ് RW ആണെങ്കിൽ റീഡ് റൈറ്റ് ചെയ്യും. മറ്റേ CDR ഒരു പ്രാവശ്യം റീഡ് ചെയ്യാം, പിന്നെ ഒരു മോഡിഫിക്കേഷൻ വരുത്താം. ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളതാണെങ്കിൽ എന്തായിട്ടും അതിന് ഒരു ഹാർഡ് ഡിസ്ക് ഉള്ള കാര്യത്തിൽ ഡ്രൈവ് എന്തായിരിക്കും? D ഡ്രൈവ് ആയിരിക്കും. അടുത്ത അതിനകത്ത് തന്നെ ഒരു DVD ഡ്രൈവ് ഉണ്ടെങ്കിൽ അതിനെന്ത് കിട്ടും? E ഡ്രൈവ് എന്നുണ്ട്. ഇപ്പം കിട്ടുന്ന പുതിയ അവൈലബിൾ CD ഡ്രൈവും DVD എല്ലാം കൂടെ ഒരുമിച്ച് റീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ചുരുക്കം പറഞ്ഞാൽ ഒന്നേ ഉള്ളെങ്കിൽ എന്തായിരിക്കും ഡ്രൈവ് ലെറ്റർ? ഡ്രൈവ് D എന്നായിരിക്കും. ഇനി നമ്മൾ ഫ്ലാഷ് ഡ്രൈവ്സ് ഉണ്ട്. നമ്മൾ തമ്പ്, പെൻ ഡ്രൈവ് എന്നൊക്കെ ഉള്ള പേരിൽ അറിയപ്പെടുന്ന സാധനം, അത് നമ്മൾ റിമൂവബിൾ ഡിസ്ക് ആണ്. നമ്മൾ കൊണ്ട് നമ്മുടെ USB സ്ലോട്ടിൽ കൊണ്ട് ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു ഡിസ്ക് ആയിട്ട് അത് അറ്റാച്ച് ചെയ്യും. റിമൂവബിൾ ഡിസ്ക് ആയിട്ട് അറ്റാച്ച് ചെയ്യും. അതിന് ലാസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈവ് നെയിം ആയിരിക്കും നോർമലി USB ഫ്ലാഷ് ഡ്രൈവുകൾക്കൊക്കെ അലൗഡ്. എന്നാലും ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്ന ഒരു സ്ഥലത്തിന്റെ ഫിസിക്കൽ ലൊക്കേഷന് എല്ലാ ഡ്രൈവർക്കും ഒരു റൂട്ട് ഫോൾഡർ ഉണ്ടാവും. ആൾ ഡ്രൈവ്സ് ഹാവ് എ റൂട്ട് ഫോൾഡർ. ഇതിന്റെ സബ് ഫോൾഡറുകളായിട്ടായിരിക്കും പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഫോൾഡറുകളെല്ലാം ഉണ്ടാക്കുന്നത്. ഇപ്പൊ നോർമൽ കേസിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം C ഡ്രൈവിലാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതെങ്കിൽ C ഡ്രൈവിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കി വിൻഡോസ് എന്നൊരു ഫോൾഡറിനകത്തായിരിക്കും ചിലപ്പോൾ എന്തിട്ടേക്കുന്നത്? വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്തേക്കുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ MS ഓഫീസ് ഇൻസ്റ്റാൾ ചെയ്യാന്ന് വിചാരിക്കുമോ. അങ്ങനെയാണെങ്കിൽ MS ഓഫീസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ എവിടെ കാണും? Cന്റെ റൂട്ട് ഡ്രൈവിൽ കാണും. അതിന് ഓരോ ഡ്രൈവുകൾക്കും എന്തുണ്ടാവും? ഒരു റൂട്ട് ഫോൾഡർ ഉണ്ടാവും. ഓക്കെ. വിൻഡോസ് ലെറ്റ്സ് യു ടു ക്രിയേറ്റ് എ ഹോം ഗ്രൂപ്പ്, the named set of computers that can share information. ഓക്കെ, നമുക്ക് ഒരു ഹോം ഗ്രൂപ്പ് വേണേ ഉണ്ടാക്കാം. ഹോം ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനുമായിട്ട് അതിൽ സ്റ്റോർ ചെയ്ത ഇൻഫർമേഷൻസ് ഒക്കെ ആ ഗ്രൂപ്പിൽ പെട്ടുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷെയർ ചെയ്യാൻ പറ്റും. നമ്മൾ ഒരേ പേഴ്സണൽ കമ്പ്യൂട്ടർ തന്നെ മൾട്ടിപ്പിൾ യൂസേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഫയൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്? ഹോം ഗ്രൂപ്പിന്റെ മെമ്പറായി കൊടുത്താൽ അതിനകത്ത് പറയുന്ന സാധനങ്ങളൊക്കെ നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇൻ യുവർ കമ്പ്യൂട്ടർ ഈസ് ഇൻ എ ഹോം ഗ്രൂപ്പ് with other Windows 7 computers. Okay, വേറെ വരുന്ന കമ്പ്യൂട്ടറിലായിട്ട് നെറ്റ്വർക്ക് സിംഗിളെ പഠിച്ചുള്ള കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. യു ക്യാൻ ഷെയർ ലൈബ്രറീസ് ആൻഡ് പ്രിന്റേഴ്സ് വിത്ത് ദോസ് കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ,
അന്നേരം നമ്മുടെ കമ്പ്യൂട്ടർ വേറെ കമ്പ്യൂട്ടറുമായിട്ട് നെറ്റ്വർക്ക് കണക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒറ്റ ഹോം ഗ്രൂപ്പിലാണെങ്കിൽ നമ്മുടെ ലൈബ്രറി സ്റ്റോർ ചെയ്തിരിക്കുന്ന ലൈബ്രറി ഫയൽസും പ്രിന്ററുകളൊക്കെ നമുക്ക് കോമൺ ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. അതിനും പക്ഷെ എന്തായിരിക്കണം, അത് ഒറ്റ ഹോം ഗ്രൂപ്പിൽപ്പെട്ട സാധനങ്ങളായിരിക്കും എങ്കിലാണ് ആ ഫെസിലിറ്റി ചെയ്യുന്നത്. നെറ്റ്വർക്കിംഗ് ഒക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഹോം ഗ്രൂപ്പ് ഉണ്ടാക്കി ആ രീതിയിൽ ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഒരു പ്രിന്ററേ ഉള്ളൂ, 3 കമ്പ്യൂട്ടർ ഉണ്ട്, ആര് പ്രിന്റർ കൊടുത്താലും നമുക്ക് പ്രിന്റ് ഔട്ടൊക്കെ പ്രോപ്പറായിട്ട് ഷെയർ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ എ എന്നുള്ള കമ്പ്യൂട്ടറിലുള്ള ലൈബ്രറിയിലുള്ള റിസോഴ്സസ് ബി എന്നുള്ള കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യാൻ പറ്റണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒറ്റ ഗ്രൂപ്പിൽ പെടുന്ന ആണെങ്കിൽ ഒരു കമ്പ്യൂട്ടറിലുള്ള ലൈബ്രറി റൂട്ടീൻസ്, ലൈബ്രറിയിൽ കിടക്കുന്ന ഫയൽസ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ഓപ്പണിംഗ്, എഡിറ്റിംഗ് ആൻഡ് സേവിംഗ് ഫയൽസ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു ഫോൾഡറും ഫയലും തമ്മിൽ വ്യത്യാസം. ആക്ച്വലി എവിടോട്ടാണ് നമ്മൾ ഡേറ്റ കൊണ്ട് സ്റ്റോർ ചെയ്യുന്നത്? ഡേറ്റ എപ്പോഴും സ്റ്റോർ ചെയ്യപ്പെടുന്നത് എവിടോട്ടാണ്? ഫയലുകളിലാണ്. ഫോൾഡർ എന്ന് പറഞ്ഞ ഒരു സെക്ഷന്റെ പേര് മാത്രമേ ഉള്ളൂ. Once you have created a files and saved it with a name in a folder on a storage device, you can easily open it and edit it. ഉണ്ട്, നമ്മൾ ഒരിക്കൽ സേവ് ചെയ്ത സാധനമാണെങ്കിൽ അതിന് നമ്മൾ ഫയൽ മെനുവിൽ പോയി അല്ലെങ്കിൽ നമ്മൾ എക്സ്പ്ലോറർ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ആ പർട്ടിക്കുലർ സോഫ്റ്റ്വെയറിൽ ഓപ്പൺ ആക്കി വരും. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന എന്താണ്, കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്, ആ സോഫ്റ്റ്വെയറിൽ പോയിട്ട് ഫയൽ മെനുവിൽ പോയി ഓപ്പൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ഡയലോഗ് ബോക്സ് താഴെ കാണിച്ചേക്കാണില്ലേ, ഓപ്പൺ ഡയലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെടും. ആ ഓപ്പൺ ഡയലോഗ് ബോക്സിൽ നമുക്ക് എന്ത് കാണും? ലൊക്കേഷൻ ചൂസ് ചെയ്യാം, ഡ്രൈവിൽ ഏതാ ചൂസ് ചെയ്യാം, ഫോൾഡർ ഏതാ ചൂസ് ചെയ്യാം. ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലിസ്റ്റ് ഓഫ് ഫയൽസ് ഇവിടെ കാണും. ആ ഫയലിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ എന്നുള്ള ഒരിടത്ത് ക്ലിക്ക് ചെയ്താൽ എന്ത് കിട്ടും? ആ ഫയല് ഓപ്പൺ ആയി നമുക്ക് ലഭ്യമാവും. പിന്നെ നമുക്ക് മോഡിഫിക്കേഷൻ നടത്താം. മോഡിഫിക്കേഷൻ നടത്തിയിട്ട് വീണ്ടും സേവ് ചെയ്യണമെങ്കിൽ എന്ത് കൊടുക്കുക? സേവ് ബട്ടൺ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ മെനുവിലുള്ള സേവ് എന്നുള്ള മെനു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്തത് കോപ്പിയിങ് ഫയൽസ്. എന്തിനാണ് ഫയൽസിന് കോപ്പി എടുക്കുന്നത്? The ability to copy folders and files allow you to create backups of important folders and files in case you lost the original folder or files. നമ്മൾ എപ്പോഴും ബാക്കപ്പ് എടുത്ത് നോക്കുക, അതൊരു കൺസെപ്റ്റ് ആണ്. ബാക്കപ്പ് എടുത്ത് പറഞ്ഞാൽ ഒറിജിനലിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്ത് സൂക്ഷിക്കാം. അത് ചിലപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ തന്നെ ആയിരിക്കും, ചിലപ്പോൾ ഒരു വേറൊരു ഡിവൈസിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, വേറൊരു ബാക്കപ്പ് ഡിവൈസ് ആയിരിക്കും, ചിലപ്പോൾ റിമൂവബിൾ ഡിസ്കിലായിരിക്കും. എവിടോട്ടായാലും ഫയൽസിന്റെയും ഫോൾഡറുകളുടെയും കോപ്പി നമുക്ക് എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ എന്തായിരിക്കും വ്യത്യാസം? ഒറിജിനൽ ലൊക്കേഷനിലും കാണും, അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയും ഉണ്ടാവും. ഇഫ് യു ലോസ് യുവർ ഒറിജിനൽ ഫോൾഡർ ഓർ ഫയൽ, യു ക്യാൻ കോപ്പി ഇറ്റ് ഫ്രം യുവർ ബാക്കപ്പ്. നമുക്ക് അങ്ങനെ ഒറിജിനൽ സ്ഥലം നഷ്ടപ്പെട്ടു പോയാൽ ബാക്കപ്പ് ചെയ്യുന്നിടത്ത് നമുക്ക് തിരിച്ചിങ്ങോട്ട് കോപ്പി ചെയ്യണം. അന്നേരം ഫയൽസ് ഫോൾഡറും കോപ്പി ചെയ്യുന്ന ഒരേ രീതിയിലാണ്. അത് കോപ്പി ചെയ്യാനുള്ള ഫെസിലിറ്റി വിൻഡോസിൽ അവൈലബിൾ ആണ്. When you use the copy command, Windows place a duplicate copy of the file on a clipboard. ഈ വാക്കാണ് നമുക്ക് ഇനി മനസ്സിലാക്കേണ്ട കാര്യം. ആദ്യം നമ്മൾ ഫയൽ കോപ്പി ചെയ്യുന്നതാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ എപ്പോഴെങ്കിലും ഒരു ഫയൽ സെലക്ട് ചെയ്തിട്ട് കോപ്പി എന്നുള്ള കമാൻഡ് ഫയൽ മെനു വഴിയോ അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടോ കോപ്പി എന്നുള്ള കമാൻഡ് ഓപ്ഷൻ എടുത്താൽ അത് ടെമ്പററി ആയിട്ട് ആ ഫയലിന്റെ കോപ്പി പോയി ഒരു സ്റ്റോറേജ് ലൊക്കേഷനിൽ കിടക്കുന്ന റാമിൽ കിടക്കും. ആ ടെമ്പററി സ്റ്റോറേജ് ഏരിയയ്ക്ക് പറയുന്ന പേരാണെന്ന് ക്ലിപ്പ് ബോർഡ്. അങ്ങനെ ക്ലിപ്പ് ബോർഡ് ഈസ് എ ടെമ്പററി സ്റ്റോറേജ് ഏരിയ വെയർ ദ കോപ്പീഡ് ഡേറ്റ അല്ലെങ്കിൽ കോപ്പീഡ് ഫയൽ വിൽ സ്റ്റോർ. When you copy a file, the original file stays in its current locations and you have a duplicate copy of the same file in another location. കോപ്പി ചെയ്ത് കഴിയുമ്പോൾ ഒറിജിനൽ ഫയൽ അവിടെ തന്നെ കാണുകയും ചെയ്യും, പുതിയ സ്ഥലത്ത് പുതിയൊരു കോപ്പി ഉണ്ട്. ഇതിപ്പോ എക്സാമ്പിൾ താഴെ കാണിച്ചേക്കും. നമ്മൾ ഹാർഡ് ഡിസ്കിൽ കിടക്കുന്ന ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫയലിന്റെ കോപ്പി എടുത്ത് നമ്മൾ USB ഡ്രൈവിലോട്ട് അല്ലെങ്കിൽ നമ്മൾ കുത്തുന്ന ടംബ് പെൻ ഡ്രൈവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന മെക്കാനിസം ആണ്. അന്നേരം നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം നമ്മൾ നമ്മുടെ ടു ഡു ലിസ്റ്റ് എന്നുള്ളത് അതിനെ ക്ലിക്ക് ചെയ്യുന്നു, ഫയൽ പോയി കോപ്പി എടുക്കുന്നു, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി എടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? USB ഡ്രൈവ് സെലക്ട് ചെയ്യുന്നു, അവിടെ കൊണ്ട് എന്ത് ചെയ്യുന്നു? പേസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ കോപ്പി പേസ്റ്റ് ഓപ്പറേഷൻ. ഒരു ഫയൽ കോപ്പി ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പിനേഷൻ ആണ് കോപ്പി പേസ്റ്റ് കോമ്പിനേഷൻ. അന്നേരം ആദ്യം നമ്മൾ കോപ്പി ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ആ ഡ്രൈവിൽ കൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. അതിന് കോപ്പി ചെയ്യപ്പെട്ട് കഴിയുമ്പം ടു ഡു ലിസ്റ്റ് എന്നുള്ള സാധനം എവിടെ കാണും? ഹാർഡ് ഡിസ്ക് ഡ്രൈവിലും ഉണ്ടാകും, ഫ്ലാഷ് ഡ്രൈവിലും ഉണ്ടാവും. നമ്മുടെ കോപ്പിയിങ് ഫയൽസ് ഫയൽ മെനുവിൽ പോയിട്ട് സെലക്ട് ചെയ്ത് എന്ത് പറഞ്ഞു? കോപ്പി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. You can use the send to command to quickly copy a file or group of files
or a folder or group of files from one disk to another. And നമുക്ക് അതിനകത്ത് send to എന്നൊരു ഓപ്ഷൻ ഉണ്ട്. send to ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരിക്കൽ കോപ്പി ചെയ്ത സാധനങ്ങളെല്ലാം കൂടെ നമുക്ക് എങ്ങോട്ട് കൊണ്ടുപോയി ചെയ്യാം, നമുക്ക് വേറെ ലൊക്കേഷനിലോട്ടോ ഒരു ഗ്രൂപ്പ് ഓഫ് ഫയൽസോ അല്ലെങ്കിൽ ഒരു വേറെ ഡിവൈസിലോട്ടോ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ കോപ്പി എടുത്ത് എന്ത് ചെയ്യണം, പേസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ സെൻഡ് ടു ഓപ്ഷൻ ഉപയോഗിക്കാം. മൂവിങ് ആൻഡ് റീനെയിമിംഗ് ദ ഫയൽസ്. വാക്ക് കേട്ടാൽ തന്നെ മനസ്സിലായി കാണും, ഒരു ഫയൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് മാറ്റുന്നതിന് അല്ലെങ്കിൽ അതിന്റെ പേര് മാറ്റുന്നതിന്. യു ക്യാൻ മൂവ് വൺ ഓഫ് മോർ ഫയൽസ് ഓർ ഫോൾഡേഴ്സ്. ഒന്നിൽ കൂടുതൽ ഫയൽസ് നമുക്ക് ഒരു സ്ഥലത്തോ ഒരു ഫോൾഡേഴ്സോ ഒന്നിൽ മൂവ് ചെയ്യാം. വെൻ യു മൂവ് എ ഫയൽ, the file is transferred to a new location and no longer it exists in its original location. കോപ്പി മൂവ് നമ്മൾ വ്യത്യാസം നമുക്ക് സാമാന്യ ഇംഗ്ലീഷ് വേർഡ് വെച്ച് കോപ്പി ചെയ്യപ്പെട്ട രണ്ട് സ്ഥലം ഒറിജിനൽ ലൊക്കേഷൻ കാണും, കോപ്പി ചെയ്യപ്പെടുന്ന ലൊക്കേഷനിലുണ്ടാകും. മൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഒറിജിനൽ ലൊക്കേഷനിൽ കാണത്തില്ല, കോപ്പി ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ കാണുള്ളൂ. യു ക്യാൻ മൂവ് എ ഫയൽ യൂസിങ് എന്താണ്, കട്ട് ആൻഡ് പേസ്റ്റ് കമാൻഡ്. You can move a file using cut and paste command. നമ്മൾ അങ്ങനെയാണ് കോപ്പി എടുക്കുന്ന നേരത്തെ പറഞ്ഞ് യൂസിങ് കോപ്പി ആൻഡ് പേസ്റ്റ് കമാൻഡ്. അതിന് കോപ്പി പേസ്റ്റ് കോമ്പിനേഷൻ ഉപയോഗിച്ചാണ് ഫയൽ കോപ്പി ചെയ്യുന്നതെങ്കിൽ, ഫയലോ ഫോൾഡറോ കോപ്പി ചെയ്യുന്നതെങ്കിൽ കട്ട് ആൻഡ് പേസ്റ്റ് കോമ്പിനേഷൻ ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഒരു ഫയലിനെ അല്ലെങ്കിൽ ഫോൾഡറിനെ മൂവ് ചെയ്യുന്നു. You can rename the file to make the name more descriptive or accurate. നമുക്കൊരു ഫയലിന്റെ പേര് ആവശ്യാനുസരണം നമുക്ക് പേര് മാറ്റാം, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയോ അല്ലെങ്കിൽ കുറച്ചുകൂടി സ്പെസിഫിക് ആക്കാനോ കുറച്ചുകൂടി ലെങ്തി പേര് കൊടുത്തോ ഒക്കെ നമുക്ക് ഫയലിന്റെ പേര് എപ്പം വേണമെങ്കിലും നമുക്ക് റീനെയിം ചെയ്യാം. അടുത്ത ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഈസ് എ ടെക്നിക് ഇൻ വിച്ച് you use your pointing device to drag a file or folder into a different folder and then drop it into the mouse button to into another location. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിരിക്കുന്ന ഒരു ഫയലിനെ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചു തന്നു വിൻഡോസ് അടിച്ചു, ഒരു സ്ഥലത്തിരിക്കുന്ന ഒരു ഫയലിനെ നമ്മൾ അവിടുന്ന് ഡ്രാഗ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, മൗസ് പോയിന്റർ ആദ്യം സെലക്ട് ചെയ്യുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടണോ അല്ലെങ്കിൽ പോയിന്റ് ഡിവൈസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടൊന്ന് ഡ്രാഗ് ചെയ്ത് എവിടെ കൊണ്ടിടുന്നോ അവിടെ എന്ത് ചെയ്യും, ആ സ്ഥലം അങ്ങോട്ട് അവിടെ കൊണ്ട് നമുക്ക് പേസ്റ്റ് ചെയ്തിടാം. ഓക്കെ, അടുത്ത സെർച്ചിങ് ദ ഫയൽസ്, ഫോൾഡേഴ്സ് ആൻഡ് പ്രോഗ്രാം. വിൻഡോസ് നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു സൗകര്യമാണ് വിൻഡോസിന്റെ സെർച്ച് ഫെസിലിറ്റി. Windows search helps you to quickly find any file, folder or program. നമുക്ക് കമ്പ്യൂട്ടറിൽ നമുക്കൊരു കമ്പ്യൂട്ടറിന് ഒരു ഫയൽ ഉണ്ടെന്ന് വിചാരിക്കും, ആ ഫയലിന്റെ പേര് നമുക്കറിയാം ABCD എന്നാണ്, എവിടെ കിടക്കുന്നത് നമുക്ക് അറിയത്തില്ല. നമുക്ക് എന്ത് ചെയ്യും, സിംപ്ലി വിൻഡോസ് സെർച്ച് ചെയ്തെടുത്ത് ABCD സെർച്ച് ചെയ്യാൻ പറഞ്ഞാൽ ആ ഡ്രൈവ് സെലക്ട് ചെയ്തെടുത്ത് ആ ഡ്രൈവിൽ എവിടെ ഉണ്ടെങ്കിലും ABCD എന്ന പേരിൽ ഒരു ഫയൽ ഉണ്ടെങ്കിൽ നമുക്കത് സെർച്ച് ചെയ്ത് തരും. നമുക്ക് ഫയൽ നെയിം വെച്ച് മാത്രമല്ല അതിനകത്തെ കണ്ടന്റ് വെച്ച് നമുക്ക് സെർച്ച് ചെയ്യാം. The search text you type is called the search criteria. നമ്മൾ സെർച്ച് ടെക്സ്റ്റ് എന്ത് ടൈപ്പ് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ എന്താ പറയുക, എന്ത് സെർച്ച് ക്രൈറ്റീരിയ, എന്ത് ക്രൈറ്റീരിയ ഉപയോഗിച്ചാണ് നമ്മൾ അതിന്റെ ആ ഫയലിനെ സെർച്ച് ചെയ്യേണ്ടത്. സെർച്ച് ക്രൈറ്റീരിയ ക്യാൻ ബി എ ഫയൽ നെയിം, പാർട്ട് ഓഫ് എ നെയിം ഓർ എനി അതർ ക്യാരക്ടേഴ്സ് യു ചൂസ്. ഒരു ഫയൽ നെയിം ആവാം, ഒരു ഫയലിന്റെ പാർട്ട് ആവാം, ചിലപ്പോൾ എക്സ്റ്റൻഷൻ ആവാം, അതിൽ ഫയലിലെ കണ്ടന്റ് ആവാം. നമുക്ക് കണ്ടന്റ് ഉപയോഗിച്ചൊക്കെ സെർച്ച് ചെയ്യാനുള്ള ഫെസിലിറ്റി വിൻഡോസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെർച്ചിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു അഡ്വാൻസ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ എവിടെയെങ്കിലും ഒരു സാധനം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഒരു ഫോൾഡറിനകത്ത് ഒരു ഫയൽ ഉണ്ടോ നോക്കണം, അല്ലെങ്കിൽ ഒരു ഡ്രൈവിൽ ഒരു ഫയൽ ഉണ്ടോ നോക്കണം, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൽ മൊത്തത്തിൽ എവിടെയെങ്കിലും ഫയൽ ഉണ്ടോ നോക്കണം. ഇതെല്ലാം ഏത് വെച്ച് പോസിബിൾ ആണ്, വിൻഡോസിന്റെ സെർച്ച് ഫെസിലിറ്റി ഉപയോഗിച്ച് നമുക്ക് സിംപ്ലി പോസിബിൾ ആണ്. ഒരേ പേരിൽ ഒന്നിൽ കൂടുതൽ ലൊക്കേഷൻസ് ഫയൽ ഉണ്ട്, അതും കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാം, സെർച്ച് ഫയൽസ് ചെയ്യാം. സെർച്ച് റിസൾട്ട് പാർട്ടായിട്ട് ഒരേ പേരിൽ രണ്ട് ലൊക്കേഷൻസ് കാണാം. നമ്മൾ നേരത്തെ തന്നെ പഠിച്ച് ഒരേ ലൊക്കേഷനിൽ ഒരേ പേരിൽ ഒന്നിൽ കൂടുതൽ ഫയൽസ് ഫുൾ നെയിം ഇൻക്ലൂഡിംഗ് എക്സ്റ്റൻഷൻ പോസിബിൾ അല്ല. ടു സെർച്ച് യുവർ എൻറ്റയർ കമ്പ്യൂട്ടർ ഇൻക്ലൂഡിംഗ് ഇറ്റ്സ് അറ്റാച്ച്ഡ് ഡ്രൈവ്സ് യു can use the search box on the start menu. Start menu സെർച്ച് കൊടുത്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ മൊത്തം അത് സെർച്ച് ചെയ്യും. To search within a particular folder, you can choose the search box in a window explorer window. Windows Explorer പോയിട്ട് നമ്മൾ ഒരു ഫോൾഡർ എന്നുകൊണ്ടാണ് സെർച്ച് ചെയ്യാൻ പറയുന്നെങ്കിൽ ആ ഫോൾഡറിനുള്ളിൽ മാത്രമേ ഫയൽ സെർച്ച് ചെയ്യുള്ളൂ. മൊത്തം കമ്പ്യൂട്ടർ സെർച്ച് ചെയ്യാനും ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, പ്രാക്ടിക്കൽസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. കണ്ടില്ലേ, സെർച്ച് ബോർഡ് മീ സെർച്ചിങ് ഫോർ ഫയൽസ് ആൻഡ് ഫോൾഡർ. നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് വിൻഡോസിന്റെ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന മെനു സെർച്ച് ബോക്സിൽ നമുക്ക് വേർഡ് കൊടുത്താൽ ഫയൽ ഉണ്ടോ ഇല്ലയോ എന്ന് സെർച്ച് ചെയ്ത് നമുക്ക് തരുന്നത്. ഫയലോ പ്രോഗ്രാംസോ ഫോൾഡേഴ്സോ എന്തായാലും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും.
You can perform advanced search by using different search criteria such as ഉണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ട്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഫയലിന്റെ എക്സ്റ്റൻഷൻ വെച്ച് സെർച്ച് ചെയ്യാം. ഫസ്റ്റ് ലാസ്റ്റ് or first and last name of the file creator അതിന്റെ അത് വെച്ച് സെർച്ച് ചെയ്യാം. ഡേറ്റ് ഓഫ് ദ ഫയൽ ക്രിയേഷൻ വെച്ച് സെർച്ച് ചെയ്യാം. ഡോക്യുമെന്റ് ടൈറ്റിൽ ഉപയോഗിച്ച് സെർച്ച് ചെയ്യാം. പേഴ്സൺസ് നെയിം ഉപയോഗിച്ച് സെർച്ച് ചെയ്യാം. ഉണ്ടാക്കിയ ആളുടെ ഇമെയിൽ ഉപയോഗിച്ച് സെർച്ച് ചെയ്യാം. ഇങ്ങനെ വിവിധങ്ങളായ രീതിയിൽ ഒരു ഫയൽ സെർച്ച് ചെയ്യാനുള്ള ഫെസിലിറ്റി വിൻഡോസിന്റെ സെർച്ച് ഓപ്ഷൻ നമുക്ക് നൽകുന്നുണ്ട്. ഡിലീറ്റിംഗ് ആൻഡ് റീസ്റ്റോറിംഗ് ഫയൽസ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഡെസ്ക്ടോപ്പ് ഒക്കെ പഠിച്ച ഒരു ഐക്കോൺ കണ്ട് റീസൈക്കിൾ ബിൻ. അന്നേരം ഞാൻ പറഞ്ഞാണ് എന്താണ് ടെമ്പററി ആയിട്ട് നമ്മൾ റിമൂവ് ചെയ്യുന്ന ഫയൽസ് എല്ലാം എവിടെ പോയി കിടക്കുള്ളൂ? റീസൈക്കിൾ ബിന്നിലേ പോയി കിടക്കുള്ളൂ. അവിടെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യാനുസരണം എന്ത് ചെയ്യാം? റീസ്റ്റോർ ചെയ്തെടുക്കാം. ഇഫ് യു നോ ലോങ്ങർ നീഡ് എ ഫോൾഡർ ഓർ ഫയൽ യു ക്യാൻ ഡിലീറ്റ് ഇറ്റ് ഫ്രം ദ സ്റ്റോറേജ് ഡിവൈസ്. By regularly deleting the files and folders you no longer need and emptying the recycle bin, you free up valuable storage space on your computer. നമ്മൾ വെറുതെ ഡിലീറ്റ് കൊടുത്താൽ എവിടെ പോയി കിടക്കുള്ളൂ? നോർമലി റീസൈക്കിൾ ബിന്നിൽ പോയി കിടക്കുള്ളൂ. റീസൈക്കിൾ ബിന്നിൽ പൊന്നി കിടക്കുന്ന നമ്മുടെ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന ഹാർഡ് ഡിസ്കിന്റെ സ്ഥലം ലാഭിക്കണമെന്നില്ല. അതിനും ആവശ്യമില്ലാത്ത ഫയലാണെങ്കിൽ നമ്മൾ പെർമനന്റ് റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തായിട്ട് കമ്പ്യൂട്ടറിന്റെ സ്പേസ് ഇൻക്രീസ് ചെയ്ത് കിട്ടുള്ളൂ. Windows 7 places files and folders you delete in the recycle. നേരത്തെ പറഞ്ഞായിരുന്നു. If you delete a folder, Windows removes the folder as well as all the files and subfolders stored in. നമ്മൾ റീസൈക്കിൾ ബിന്നിൽ നിന്നും നമ്മൾ കളഞ്ഞാൽ മാത്രമേ അത് പെർമനന്റ് ആയിട്ട് പോവുകയുള്ളൂ. കണ്ടോ? ഡിലീറ്റിംഗ് ആൻഡ് റീസ്റ്റോറിംഗ് ഫയൽസ്. ഡിലീറ്റ് അവിടെ പോയിട്ട് ഡിലീറ്റ് കൊടുത്താൽ നമ്മളോട് ചോദിക്കുമ്പോൾ ആർ യു ഷുവർ യു വാണ്ട് ടു മൂവ് ദിസ് ഫയൽ ടു റീസൈക്കിൾ ബിൻ ആയിരിക്കും ആദ്യം ചോദിക്കുന്നത്. നമ്മൾ എസ് എന്ന് കൊടുത്താൽ റീസൈക്കിൾ ബിന്നിലോട്ട് അത് പോകും. ഇഫ് യു ലേറ്റർ ഡിസ്കവർ ദാറ്റ് യു നീഡ് എ ഡിലീറ്റഡ് ഫയൽ ഓർ ഫോൾഡർ യു ക്യാൻ റീസ്റ്റോർ ഇറ്റ് ടു ഇറ്റ്സ് ഒറിജിനൽ ലൊക്കേഷൻ ബട്ട് ഓൺലി ഇഫ് യു ഹാവ് നോട്ട് യെറ്റ് എംപ്റ്റീഡ് ദ റീസൈക്കിൾ. എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആയിട്ട് റീസൈക്കിൾ ബിന്നിൽ നിന്ന് കളയാത്തിടത്തോളം കാലം നമുക്ക് ആവശ്യമുണ്ട് എന്ത് ചെയ്യാം? റീസൈക്കിൾ ബിന്നിൽ കിടക്കുന്ന സാധനങ്ങൾ റീസ്റ്റോർ ചെയ്തെടുക്കാം. Emptying the recycle bin permanently removes the deleted folders and files from your computer. Clear? Permanent ആയിട്ട് എപ്പോഴേ നഷ്ടപ്പെടുള്ളൂ? റീസൈക്കിൾ ബിൻ എംപ്റ്റി ചെയ്യുമ്പോഴേ പോകുള്ളൂ. Files and folders you deleted from the removable storage drive do not go to recycle bin. They are immediately and permanently deleted and cannot be restored. അത് പ്രധാനപ്പെട്ട സാധനമാണ്. നമ്മുടെ ഹാർഡ് ഡിസ്കിൽ നിന്ന് സ്റ്റോർ ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ എവിടോട്ട് പോയി കിടക്കുള്ളൂ? റീസൈക്കിൾ ബിന്നിൽ പോയി കിടക്കുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളൊരു തമ്പ് ഡ്രൈവ് കണക്ട് ചെയ്ത് അതിനകത്ത് ഫയൽ ഡിലീറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് റീസൈക്കിൾ ബിന്നിൽ പോകത്തില്ല. അത് പെർമനന്റ് ആയിട്ട് എവിടെ പോകും? റിമൂവ് ചെയ്തായിരിക്കും പോകുന്നത്. അതിന് ഒറ്റ കാര്യം ഓർത്തോണം, നമ്മുടെ പെർമനന്റ് ആയിട്ടുള്ള സ്റ്റോറേജ് ഡിവൈസ് ആയതിൽ നിന്നും ഡിലീറ്റ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ എവിടെ പോയി കിടക്കുള്ളൂ? റീസൈക്കിൾ ബിന്നിൽ പോയി കിടക്കുള്ളൂ. അതിനും ടെമ്പററി ഡ്രൈവ് ഒക്കെ എടുത്ത് റിമൂവൽ ഡ്രൈവ് ഒക്കെ എടുത്ത് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിച്ചു വേണം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ തന്നെ ഡിലീറ്റ് ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ഡിലീഷൻ നടത്താൻ പാടുള്ളൂ. അടുത്തണ്ടില്ലേ റീസ്റ്റോറിംഗ് ദ ഫയൽ ഫ്രം റീസൈക്കിൾ ബിൻ. നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്താണ് റീസ്റ്റോർ ദിസ് ഐറ്റം എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണോ ഫയൽ ഡിലീറ്റ് ചെയ്തിട്ട് അവിടെ തന്നെ പോയി ആ ഫോൾഡറിൽ ആ ഡ്രൈവ് തന്നെ പോയി അത് തിരിച്ചു കിടക്കും. ഓക്കെ, താങ്ക് യു. നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും